ഹായ് ഫ്രണ്ട്സ്, ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് സിയാനിലാണുള്ളത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട്, 12:02 ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് വന്നേക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് മാലാത്താങ് എന്ന് പറഞ്ഞൊരു ഫുഡ് കഴിക്കാനാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മാലാത്താങ് എങ്ങനെ കഴിക്കും, എങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ ഫുള്ളായിട്ട് കാണിച്ചു തരാം. നമ്മുടെ കമൻറ്റ് സെഷനിൽ നമ്മുടെ വിവേകേട്ടൻ ഇവിടെ പഠിച്ചിരുന്നതാണ്. പുള്ളി പറഞ്ഞിരുന്നു പുള്ളി അത്യാവശ്യം മാലാത്താങ് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ചൈനയിലത്തെ എല്ലാവരുടെയും ഏകദേശം ഒരു ഫേവറേറ്റ് ഒരു ഫുഡിലൊന്നാണ് ഈ മാലാത്താങ്. കുറേ റോ സാധനങ്ങൾ കൊടുത്ത് നമ്മൾ കറിയാക്കിയിട്ട് എടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡോൺ കടയിലോട്ട് കയറേണ്ട ഇതാണ് നമ്മുടെ കട വരുന്നത്. YGF മാലാത്താങ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനും ഡോണും പിന്നെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് കഴിക്കാൻ വന്നേക്കുന്നത്. ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുട വെക്കാനുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതാണ് മാലാത്താങ്ങിലെ ഓരോ സാധനങ്ങൾ വരുന്നത്. ആദ്യം നമ്മൾ പോയിട്ട് ഇവിടെ നിന്ന് ഒരു ബൗൾ എടുക്കണം. ബൗളും പിന്നെ സാധനങ്ങൾ എടുക്കാനുള്ള ഒരു സംഭവം എടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് എടുക്കണമെന്ന് കുറച്ച് മഷ്റൂം എടുക്കാം, പിന്നെ ഇലകൾ. ആ, കുറേ ഇലയൊക്കെ കഴിക്കണോണേ, വെറുതെ മീറ്റ് മാത്രം കഴിച്ചാൽ പോരാ. കഴിക്കില്ല, നമ്മൾ മെയിൻലി ഇലകളും വെജിറ്റബിൾസും ആണ് ഇടുന്നത്. കോളിഫ്ലവർ ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലെറ്റ്യൂസ് ഉണ്ട്, പിന്നെ എന്തൊക്കെയോ കുറേ ഇലകൾ, പേരയും ഇലകൾ, പിന്നെ ചീരേൻ്റെ എന്തോ ഇല, പിന്നെ ഇത് മല്ലിയില, പിന്നെ വേറെ എന്തോ ഒരു ഇല, പിന്നെ വേറെ ഒരു ഇല, പിന്നെ ഇതല്ലേ ക്യാബേജ്. ഇത് ക്യാബേജ്, ഇത് ലെറ്റ്യൂസിൻ്റെ വേറെ എന്തോ മഞ്ഞ ലെറ്റ്യൂസ് ഒന്നും. ഇത് കുഞ്ഞ് ലെറ്റ്യൂസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കോളിഫ്ലവർ, ബ്രക്കോളി, മഷ്റൂം, വേറെ തരം മഷ്റൂം, ചെറിയ മഷ്റൂം. പിന്നെ ഇവിടേക്ക് വേറെ എന്തൊക്കെയോ കുറേ നൂഡിൽസിൻ്റെ പോലത്തെ എന്തോ സാധനം. പിന്നെ എന്താ അച്ചപ്പം, ഇത് ബിസ്ക്കറ്റ്. ഇതെന്താ മറ്റേ കുമ്പളങ്ങ, അങ്ങനെ എന്തോ സാധനം. ഇത് ബ്രെഡ്. പിന്നെ ഇവിടേക്ക് കുറേ സോസേജ് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് മൊമോസിൻ്റെ പോലത്തെ സാധനം. ഇത് ഫിഷിൻ്റെ ഐറ്റല്ലേ? ഇതല്ല, ഇത് ക്രാബ് അല്ലേ? ക്രാബ്. ഇത് ഫിഷ് ബോൾസ് ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ. അങ്ങനെ നമ്മൾ ഇത് എന്തൊക്കെയാണോ വേണ്ടത് ഈ സാധനങ്ങൾ മൊത്തം നമ്മൾ എടുക്കുക. എന്നിട്ട് വെയിറ്റ് അനുസരിച്ചിട്ട് നമ്മൾക്ക് കറി പോലെ വേണോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് വേണോ, അതിന് ഒപ്പം നമുക്ക് വേണമെങ്കിൽ റൈസ് പറയാം, അല്ലെങ്കിൽ നൂഡിൽസും പറയാം. അപ്പോൾ ഞാൻ എൻ്റെ ബൗളും സാധനം എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എൻ്റെ സാധനത്തിനുള്ള ആദ്യം ലെറ്റ്യൂസ് എടുക്കുന്നു, പിന്നെ ഈ ഇല, പിന്നെ ഇതെന്തോ വേറെന്തോ ഒരു ഇല. അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതും വേറെ പോലെ. എന്താടാ മോനെ, മൊത്തം ഇലയാണല്ലോ. ഇല കഴിക്കണം തോണേ, ഇല കഴിച്ചാൽ നമുക്കൊരു പവർ കിട്ടുന്നു. മീറ്റ് മാത്രം കഴിച്ചാൽ പോലെ. ശരിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഇല. പിന്നെ ഒരു 2 ബ്രൊക്കോളി എടുത്തിടാം. ബ്രൊക്കോളി, പിന്നെ ലെറ്റ്യൂസ്, ക്യാബേജ് ഇങ്ങനെയാട്ടോ. പിന്നെ ഈ ഇവിടെ നിന്നുള്ള സാധനങ്ങളൊന്നും എടുക്കില്ല. ഇനി നേരെ നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇത് കാടമുട്ട ഞാൻ 2 എടുക്കുന്നുള്ളൂ. ഡോണാണ് മെയിൻ കാടമുട്ടയുടെ ആൾ. ഡോൺ എത്ര കാടമുട്ട കഴിക്കും ഒറ്റയടിക്ക്? 3-4 ഇത് പിന്നെ കുറച്ച് സ്പ്രൗട്ട്സ് ആണ്. അത് നമുക്ക് അധികം കഴിക്കാൻ പറ്റൂലായിരിക്കും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നൂഡിൽസ് ഉണ്ട്, ഗ്ലാസ് നൂഡിൽസ് ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, പിന്നെ ഇത് എന്തോ ഒരു ബിസ്ക്കറ്റ് പോലത്തെ സാധനം, കോണുണ്ട്, വേറെ നൂഡിൽസ്. പിന്നെ ഇതും ടേസ്റ്റ് നൂഡിൽസ് ഉണ്ട്. ഇത് ബാമ്പു ആണ് കേട്ടോ. ഇത് ബാമ്പു ആണ്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബ്ലഡാണ്. ബിസ്ക്യൂട്ട് ഉണ്ട്. ഇത് പിന്നെ ചിക്കൻ ഫ്രൈ പോലത്തെ ഒരു സാധനം തന്നെ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മട്ടൻ്റെ ഫ്രോസൺ ആയിട്ടുള്ള മട്ടൻ സാധനമുണ്ട്. പിന്നെ പൊട്ടറ്റോ ഉണ്ട്. പിന്നെ ഇത് ചിക്കനാണ്. ഇതും ചിക്കനാണ്. ഇത് ബീഫ് തോന്നുന്നു അല്ലേ? ഇല്ല, ഇതെല്ലാം ഇത് മട്ടനാണ്. ഇത് മട്ടനാന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ സ്പൈസ് മാരിനേറ്റ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിക്കൻ വെറൈറ്റീസ്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് നോർമൽ ചിക്കൻ എടുത്തിരുന്നു, പിന്നെ കുറച്ച് ബീഫ് എടുത്തിടാം. പിന്നെ സോസേജ് എടുത്തിട്ട് സോസേജ് ഒക്കെ ഉണ്ട്. ക്യാരറ്റ് ഉണ്ട്. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ഇന്ന് ഞാൻ സൂപ്പ് പോലെ ആക്കിയിട്ടാണ് കഴിക്കാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നൂഡിൽസ് ആഡ് ചെയ്യുന്നില്ല, ഈ സൂപ്പ് ആക്കിയിട്ട് അതിലേക്ക് നേരെ റൈസും കൂടി ഇട്ടിട്ടാണ് കഴിക്കാൻ പോകുന്നത്.
ഈ സാധനം ഇത് സീവീഡിൻ്റെ ആണത്? ആ അത് സീവീഡിൻ്റെ സ്ക്വിഡ് ഉണ്ട്, ഫിഷ് ഉണ്ട് അവിടെ. അതൊന്നും നിൽക്കില്ല. അപ്പോൾ അത്യാവശ്യം നമ്മുടെ സാധനങ്ങളായിട്ടുണ്ട്. എടുത്തിട്ട് നേരെ നമ്മളിനി ബില്ലടയ്ക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ബില്ല് അയക്കണത് 19.7 ആണ്. നാട്ടിലത്തെ ഒരു 230 രൂപ വരും അല്ലേ? പേയ്മെൻറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് 19.7. അത് ഒരു ബൗൾ ബീഫാനും റൈസും പറഞ്ഞിട്ടുണ്ട്. റൈസും ഇവിടെ ബീഫാനാണ് പറയുക. അപ്പോൾ നമ്മളിനി ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഹോട്ട് പോട്ടിലത്തെ പോലെ തന്നെ നമ്മൾക്ക് ഈ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് പീനട്ട് ബട്ടറും പിന്നെ കൊറിയാണ്ടർ ലീവ്സും സ്പ്രിംഗ് ഓനിയനും ചില്ലിയും ബട്ടറും പിന്നെ അത് കഴിഞ്ഞാൽ സ്പൈസും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ ഹോട്ട് പോട്ടിലാക്കണ പോലെ തന്നെ നമ്മൾക്ക് ഈ മാലാത്താങ്കിൽ അങ്ങനെ ആക്കിയിട്ട് അത് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള സാധനം എടുക്കുമ്പോൾ അതിൽ ഈ ഒരു മിക്സ് പരുവത്തിലാക്കിയിട്ട് നമ്മൾ ഹോട്ട് പോട്ട് കഴിക്കണ പോലെ തന്നെ ഇതാക്കാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ജ്യൂസ് ഉണ്ട്. അൺലിമിറ്റഡ് ജ്യൂസാണ് ഇവിടെ ഉള്ളത്. ഓണേ ജ്യൂസ് എടുക്കല്ലേ? ഡോണേ ഫ്രീ ആണല്ലോ. ഫ്രീ ഉള്ള സാധനം നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്തു. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഉപ്പുണ്ട്, പഞ്ചസാര ഉണ്ട്. ഇതെന്താ ചീസോ? സെസമ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. സെസമയ്ക്ക് എന്താ അറിയാ? എനിക്കറിയില്ല. എള്ളാണോ? ഇവിടെ ഇവന്മാരുടെ ഡോണ്ട കൂട്ടുകാരെ തോന്നുന്നു. ഡോണിനെ പോലെ കുറെ ജ്യൂസൊക്കെ വന്ന് എടുക്കുന്നുണ്ട്. എന്താണ് ഡോൺ പറയാനുള്ളത്? 2 ഗ്ലാസ്സാണ് അവൻ എടുക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് വേറെ ജ്യൂസ് മേടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഫ്രീ ജ്യൂസ് തന്നെയാണ് നമ്മൾ നോക്കാറുള്ളൂ. ഇനി നമ്മൾക്ക് ഫുഡ് കിട്ടിയിട്ടുള്ള ബാക്കി വീഡിയോ ആണ്. അങ്ങനെ അതെ ഡോണിൻ്റെ സാധനം ഫുള്ള് സെറ്റ് ചെയ്തേക്കാണ്. ഈ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് എല്ലാ മസാലയും സാധനമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തേക്കാണ്. ഓണേ ടേസ്റ്റ് ഉണ്ടാവുമോ? സൂപ്പറായിരിക്കും. ഗ്യാരണ്ടിയാണ്. അപ്പം ഞാനിനി ഈ സാധനങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് മല്ലിയിലിട്ട് ഞാൻ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ. എരിവ് നമുക്ക് അധികം വേണ്ട. അതെന്താടാ സ്പ്രിംഗ് ഓണിയൻ നിങ്ങൾക്ക് കഴിച്ചത്? അതെന്താണ് നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ കഴിച്ചത്? എരിവ് വേണ്ട. ഓ എരിവ് വേണ്ട. ഓനിയൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പീനട്ട് ബട്ടർ ഇങ്ങനെ ഒഴിച്ച് വീണ്ടും കുറച്ച് പീനട്ട് ബട്ടർ ഇങ്ങനെ ഒഴിച്ച് ബട്ടറില്ല അല്ലല്ലേ ഇത് ഇഞ്ചിയും ഇഞ്ചി ഗാർലിക് സോസ് കുറച്ച് മതി. ഇതാണ് നമ്മുടെ പൊളി സാധനം. ഇതാണ് സ്പൈസി ചില്ലി. ചൈനീസിന്റെ സ്പെഷ്യൽ സാധനം. ചൈനീസിൽ ലാജിയാവോ. ഇതെന്താ? മട്ടർ. വറുത്ത മട്ടർ. ഇവിടെ ബിസ്ക്കറ്റ് ഇട്ടു. അപ്പോൾ നമ്മുടെ സാധനത്തിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്പൂണും പിന്നെ ബൗളും ചോപ്സ്റ്റിക്സും എടുക്കേണ്ടത് ഈ ഒരു സാധനത്തിൽ നിന്നാണ്. ഇതിൽ ഫുൾ ഭയങ്കര ഹീറ്റായിട്ടുള്ള സംഭവമായിരിക്കും. അപ്പോൾ ഭയങ്കര ചൂടാണ് ഇതിലത്തെ സംഭവം വരുന്നത്. അപ്പോൾ ഇത് ഫുള്ള് ഡിസിൻഫെക്റ്റ് ചെയ്ത അത്രയും സേഫ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ നമ്മൾ സാധനം എടുത്ത് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കഥ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ അമ്പോ പൂവും അതാണ് YGF മാലാത്താങ് എന്ന് പറയുന്നത്. നമ്മുടെ ഫുൾ സാധനം സെറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ടേബിളിൽ പോയിട്ട് ഡോൺ നൂഡിൽസ് എടുക്കുന്നുണ്ട്. ഡോണ്ടേൽ നൂഡിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഡോണ റൈസ് മേടിച്ചിട്ടില്ല അല്ല ഡോണെ? എന്താണ് ഡോണെ കുറേ ഉണ്ടല്ലോ. പഠിക്കണ കുട്ടികൾ കഴിക്കണം അല്ലേ? നമ്മൾ സത്യം പറഞ്ഞു എത്ര മുട്ട എടുത്തിട്ടുണ്ട്? ഇന്ന് എത്ര കാട മുട്ട എടുത്തിട്ടുണ്ട്? 3 പ്രോട്ടീനോ? നമുക്ക് ഡെയിലി ഒരു ഹ്യൂമന് ഡെയിലി ഒരു ദിവസം 10 ഗ്രാം പ്രോട്ടീൻ അല്ല വെയിറ്റിനനുസരിച്ച് വെയിറ്റ് നീ പാസ്സായി എക്സാം പാസ്സായി. 1 kg ഫോർ വെയിറ്റ് 10 ഗ്രാം പ്രോട്ടീൻ ആണോ? അപ്പോൾ ഉറപ്പാണോ? അപ്പൊ നീ 80 കിലോ ഉണ്ട് വെച്ചിങ്ങ എനിക്ക് 800 ഗ്രാം പ്രോട്ടീൻ ആണ്. ഓക്കെ ഡോണ ഫുഡ് കഴിക്കുന്നുണ്ട്. ഡോണ ഇതെന്താ സാധനം? ഇത് മുട്ട. ഇത് നമ്മുടെ ബിസ്ക്കറ്റ് ചെറിയ. അല്ല ബ്ലാക്ക് സാധനം എന്താ? ഇത് മഷ്റൂം. മഷ്റൂം.
ബ്രൊക്കോളി ഉണ്ട്. ബ്രൊക്കോളി നമ്മൾ എല്ലാ സാധനവും ഡോണിന്റെ ചെറിയ കുഞ്ഞ് ബൗളിലേക്ക് ആക്കിയിട്ട് ഡോൺ കഴിക്കാൻ പോവാണ്. അതന്നെ. ഞാൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് റൈസിൻ്റെ മുകളിൽ കുറച്ച് കറി ആക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ ബൗളിലേക്ക് കുറച്ച് ചിക്കനും ബീഫും സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ചൂടാറാനായിട്ട്. അപ്പോൾ ഇതിന് എളുപ്പപ്പെടുത്തി കഴിക്കാമല്ലോ, വലിയ ബൗളിൽ നിന്ന് കഴിക്കണേ കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ ഫുൾ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഡോൺ ആദ്യം തന്നെ കാടമുട്ട വെച്ചിട്ടുണ്ട്. ചിക്കൻ എങ്ങനെയുണ്ട് ഡോണ ഫുഡ്? സൂപ്പർ. ഇവിടെ തന്നെ ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ലഞ്ച് ടൈമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നല്ല തിരക്കായിട്ടുണ്ട്. ഇവിടേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന മഞ്ഞ ഡ്രസ്സാണ് മെയ്ത്വാനാണ് ഇവിടുത്തെ ഫുഡ് ഡെലിവറി. അപ്പോൾ നമുക്ക് ഈ സാധനം ഫുഡ് ഡെലിവറി ആയിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും. നമ്മൾ ആപ്പിൽ നമുക്ക് എന്തൊക്കെ സാധനമാണോ എത്ര ഗ്രാംസ് വേണമെന്ന് വെച്ചിട്ട് നമ്മൾ ഇതാക്കുക. അപ്പോൾ ഇവർ കറിയ രൂപത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാക്കി വയ്ക്കും. എന്നിട്ട് ഈ മെയ്ത്വാൻ്റെ ആൾക്കാർ വന്നിട്ട് കളക്ട് ചെയ്ത് തരും. മെയ്ത്വാനിൽ നമ്മൾ 250 രൂപയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്ത് നിൽക്കുക. അവരിപ്പോൾ 2 മണിക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിട്ട് അത് 2:10 ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് നേരെ ഡബിൾ 2x, അതായത് 500 രൂപ 600 രൂപയോളം നമുക്ക് റീഫണ്ടായിട്ട് കിട്ടും. കാരണം ആ കറക്റ്റ് ടൈമിൽ അവർ എത്തിച്ചിരിക്കും. എങ്ങനെയാണെങ്കിലും എത്ര ട്രാഫിക് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും അവർ എത്തിച്ചിരിക്കും. അല്ലെങ്കിൽ നമുക്ക് റീഫണ്ടാണ്. അത് കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ മെയ്ത്വാൻകാർ പോണ സ്പീഡ് ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ലാത്ത സ്പീഡാണ്. ഷെൻജനിൽ ഇപ്പോൾ മെയ്ത്വാൻ ഡ്രോൺ വെച്ചിട്ടുള്ള ഡെലിവറിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫുഡ് ഡ്രോണിൽ നേരെ കൊണ്ടുവന്നിട്ട് മറ്റേ മെയ്ത്വാൻ ബോക്സ് ഉണ്ടാവും, പുറത്തൊക്കെ മെയ്ത്വാൻ ബോക്സിൽ കൊണ്ടുവന്നിട്ട് നേരെ നമ്മൾ ഫുഡ് സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട്. ചൈന ഈസ് സൂപ്പർ. ടെക്നോളജി വൈസിൽ ചൈന ഭയങ്കര മുന്നിലാണ്. അപ്പോൾ നമ്മൾ ചോപ്സ്റ്റിക്സ് ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. നമ്മളെടുത്ത ഇലകൾ ഈ ഇലയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇനി നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കോഴിയുണ്ട്, പിന്നെ നമ്മുടെ സ്പ്രൗട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതും ഈ ഒരു ബൗളിൽ മാത്രമാണ് നമ്മൾ റൈസ് എടുക്കുക. നാട്ടിലൊക്കെ നമ്മൾ റൈസ് എടുക്കുന്നത് വളരെ കൂടുതലാണ് ചോറ് കഴിക്കൽ. ഇവിടെ റൈസ് കുറച്ചും ബാക്കി സാധനങ്ങൾ വളരെ കൂടുതലാണ് കഴിക്കുക. നമ്മളപ്പോൾ ഭയങ്കര ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും. ഹൗച്ചു ഒരിക്കലും ചോപ്സ്റ്റിക്സ് നമ്മളിങ്ങനെ കുത്തി വയ്ക്കരുത്. ചോപ്സ്റ്റിക്ക് ഇങ്ങനെ റൈസിൽ കുത്തി വയ്ക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റീവ് അർത്ഥമാണ് വരുന്നത്. അതായത് മരിച്ച വീട്ടിലാണ് ചോപ്സ്റ്റിക്സ് റൈസിൽ കുത്തി വയ്ക്കുക. അപ്പോൾ നമ്മൾ ചൈന വരികയാണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചൊക്കെ റൂൾസ് ഇതാക്കുക. ഇങ്ങനെ ചോപ്സ്റ്റിക്സ് എപ്പോഴും ഇങ്ങനെ ഫുഡിൽ ഇങ്ങനെ വെക്കണം, അല്ലെങ്കിൽ നമ്മൾ താഴെ പുറത്തേക്ക് ഇറക്കി വെക്കുക. ഇപ്പോൾ ബൗളിലാണ് റൈസ്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ ഏകദേശം കഴിച്ച് കഴിഞ്ഞേക്കാണ്. കുറച്ച് റൈസ് ബാക്കി വന്നിട്ടുണ്ട്. ബാക്കി മീറ്റ് സാധനങ്ങളും ഇലകളൊക്കെ ഫുള്ള് കഴിച്ച് കഴിഞ്ഞ് ഇതിൽ ഇനി ബാക്കി വേറെ ഒന്നുമില്ല. സൂപ്പ് മാത്രമേ ഉള്ളൂ. ഡോണം ഫുള്ള് എരിവാണല്ലോ, ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഡോണ ഫുഡ്? അടിപൊളി. അപ്പോൾ ഗൈസ് എല്ലാവരും ചൈന വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് മാലാത്താങ്. അപ്പോൾ ഇത് നമ്മൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ള സാധനം അത് എടുക്കുക. അത് വെയിറ്റിനനുസരിച്ചിട്ട് അവർ പൈസ പറയും, അത് കൊടുക്കുക. പിന്നെ ഇവിടെ കുറേ കടകളിലൊക്കെ നമ്മൾ ഇപ്പോൾ ക്യാൻറ്റീൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കണം. അതിൽ നമ്മൾ കറികൾ എടുത്തിട്ട് അതും വെയിറ്റിനനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചൈനയിലൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മൾ എടുക്കണ വെയിറ്റിനനുസരിച്ചിട്ടാണ് പൈസ വരുന്നത്. അപ്പോൾ ക്യാൻറ്റീൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കണം, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ ഇനി ചൈനയിലത്തെ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.